അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. പക്ഷേ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാളയും മുളകും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഞങ്ങൾ എരിവ് കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയൊക്കെ ചേർക്കാം. ഇനി ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ആണ്. ഇനി ഒരു തക്കാളിയുടെ പകുതി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റാം. ഈ വെജിറ്റബിൾസ് വല്ലാതെ അങ്ങ് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് പോയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഓരോ സ്പൂൺ വീതം മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റണം. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഈ മസാല ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നല്ലോണം ചൂടാറണമെന്നൊന്നുമില്ല, നല്ല ചൂടൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട എടുക്കാം. വലിയതാണെങ്കിൽ 2 എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ടാണ് 3 എടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ എടുക്കുന്നത് ബ്രെഡാണ്. ഒരു 3 ബ്രെഡ് സ്ലൈസ് കൈകൊണ്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ആവശ്യമുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനും ചേർത്തിട്ടില്ല, ഒരു 2 സ്ലൈസിൽ കൂടുതൽ ചേർത്തിട്ടുണ്ടാവും. എത്ര ചേർക്കണം എന്നുള്ളത് നിങ്ങൾക്കിത് ചേർക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. നിങ്ങൾ കൂടുതൽ മുട്ടയും ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബ്രെഡ് ഇട്ടാൽ മതിയാവും. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ 4 മുട്ടയൊക്കെ എടുത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ആക്കി ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ ഈസി ആയിരിക്കും. ഭയങ്കര വലുപ്പത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ഹാർഡായി കിട്ടണം, അല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഭാഗം ഇനി ഒരു 2 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓയിൽ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി ഇത് ചൂടോടെ തന്നെ കഴിക്കണം, ഒരുപാട് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യരുത്. നമുക്കിതിങ്ങനെ നല്ല ഭംഗിയിൽ മുറിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.